ഇത് ഈ പ്രശ്നം 18 വർഷമായി നമ്മുടെ ഒരു സഹോദരൻ ജയിലിലാണല്ലോ. അപ്പോൾ നിയമപരമായി കൈകാര്യം ചെയ്യാനെടുത്ത സമയമാണിത്. കീഴ്ക്കോടതി, പിന്നെ മേൽക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ എത്തിയപ്പോഴാണ് ഇയാൾ വധശിക്ഷയ്ക്ക് വിധേയമാവാൻ അവിടെ കോടതി വിധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി സൗദിയിലെ നിയമമനുസരിച്ച് അങ്ങനെ ആയാലുമുള്ള ഒരു ഓപ്ഷൻ കൊല്ലപ്പെട്ട ആളുടെ കുടുംബം മാപ്പ് ചെയ്താൽ അയാളെ വിട്ടയക്കും എന്നല്ലാതെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പിന്നെ ഓപ്ഷൻ ഇല്ല എന്നല്ല. പക്ഷെ ആ കുടുംബത്തിന് നിബന്ധന വെക്കാം, ഞങ്ങൾക്ക് ഇത്ര കാശ് തരണം, അല്ലെ ഇന്നത് വേണം എന്നൊക്കെ. അത് പറഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ ആകെയുള്ളത് ആ പണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് അയാൾക്ക് അബദ്ധം പറ്റിയതാണ്, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അപ്പോൾ പണം സമാഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ വേണം, സൗദി ഗവൺമെൻറ് പെർമിഷൻ വേണം, അവിടുത്തെ എംബസിയുടെ സഹായം വേണം, ഇവിടുത്തെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി വേണം. ഇത് പണം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ വേണം. അങ്ങനെ ഒരുപാട് കാര്യം, അതെല്ലാം റെഡിയായി ക്രൗഡ് ഫണ്ടിങ്ങിന് വേണ്ടിയുള്ള ഡിജിറ്റൽ മെത്തേഡും കൂടി വന്നതോടുകൂടി 10 രൂപയാണെങ്കിലും ഒരാൾക്ക് അത് അയക്കാം എന്ന രൂപം വന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് ഇത് 21 കോടിയാണ്. ഇന്ന് ഇപ്പോഴത് 30 കോടിയായി ഒരു മണിക്കൂർ മുമ്പ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പണം കളക്ഷൻ നടത്തുന്നുണ്ട്. ഇന്ന് തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട്, നോമ്പ് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട്, മനുഷ്യൻ്റെ മനസ്സൊക്കെ ഒന്ന് അലിഞ്ഞു നിൽക്കുന്ന നേരമായതുകൊണ്ട് പള്ളികളിൽ പിരിമടക്കുന്നുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങളുടെയും കീഴിൽ ഇങ്ങനെയുള്ള ഫണ്ട് റേസിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അത്ഭുതം തന്നെയാണ്, ഒരു അത്ഭുതം. അതായത് 34 കോടി രൂപ ഇതിനകം തന്നെ സമാഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം. കാരണം ഈ കളക്ട് ചെയ്ത് വെച്ച പണം കൂടി വന്നാൽ 34 കോടി രൂപയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വല്ല കുറവുണ്ടെങ്കിൽ അപ്പം നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ചെയ്യും. ഇത് വളരെ സുതാര്യത ഉണ്ട് എന്നുള്ളത് ആൾ പണം കൊടുക്കാൻ കാരണമാണ്. കാരണം ഇതിൽ ഇടയാളനില്ല. നമ്മൾ പണം നമ്മുടെ ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ പണം അവിടെ വന്ന് അന്നേരം തന്നെ അതിൻ്റെ റെസിപ്റ്റ് വരികയാണ്. അതൊക്കെ വലിയ സംവിധാനങ്ങൾ. 16-ാം തീയതി വരെയായിരുന്നു ഇതിനൊരു സമയപരിധി നിശ്ചയിച്ചിരുന്നത്. 16-ാം തീയതി കഴിയുമ്പോൾ ഈ പണം എങ്ങനെയാണ് ഈ കുടുംബത്തിന് എത്തിച്ചു നൽകുക? എത്തിക്കാൻ കഴിയും. അത് ഈ കുടുംബത്തിൻ്റെ വക്കീലുണ്ടാവും. ഈ അബ്ദുറഹീമിന് വേണ്ടി അവിടുത്തെ കമ്മിറ്റി നിശ്ചയിച്ച വക്കീലുണ്ട്. ഏത് കേസിലും വക്കീലന്മാർ തമ്മിലാണല്ലോ ഡിസ്കഷൻ നടത്തുക. അപ്പോൾ ലഭ്യമായ പണം ഇത്രയുണ്ടെന്നും അത് അവർക്ക് ലഭിക്കുമെന്നും കോടതി മുഖേന ഉറപ്പ് കൊടുത്താൽ അത് തരുന്നല്ലോ പ്രശ്നം. എംബസി മുഖാന്തരമാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. എംബസി അതിന് ആളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സൗദിയിലുള്ള ഇന്ത്യൻ എംബസി. അതിൻ്റെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളും രംഗത്ത് വരുന്നത് കണ്ടു. ഇന്ന് രാവിലെ തന്നെ ലക്ഷങ്ങളാണ് ഓരോരുത്തരും ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത്. തന്റെ മകനാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കേരളം എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവത്തെ കാണുന്നത്? കേരളം ഇതൊരു മാതൃകയായി കാണണം. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങൾ ഇങ്ങനെ പരിഹരിക്കാൻ കഴിയും. ഇത് അധികമൊന്നുമില്ല. 3.5 കോടി ആളുകളുടെ കേരളത്തിൽ ഒരാളുടെ പേരിൽ 10 രൂപ 35 കോടി രൂപയായല്ലോ. അപ്പോൾ എല്ലാവരും അവരവർക്ക് കഴിയുന്നത് കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ സംഗതികൾ നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ എന്ത് വേണം? ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, എല്ലാം ഓഡിറ്റഡ് ആയിരിക്കണം കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ പണം കൊടുക്കും.